ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സൺറൈസ് വേർഷൻ 2-ൻ്റെ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയലാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേർഷൻ 2-ൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് നെറ്റിന് കുറച്ച് എറേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു സൈറ്റിന്. അപ്പോൾ അത് ക്ലിയർ ആവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ അറിയിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ അപ്ഡേഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൺറൈസിൻ്റെ വേർഷൻ 2-യുടെ വെബ്സൈറ്റിലേക്ക് കയറാം. സൈറ്റിൽ കയറിയതിനു ശേഷം നിങ്ങൾ സൈനപ്പ് ചെയ്യുക. അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഗിറ്റ്കോയിൻ പാസ്പോർട്ട് സ്കോർ ആവശ്യമാണ്. അതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് നേടുക എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്യുക. സൈനപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് ഫോസിറ്റിയിൽ നിന്ന് കുറച്ച് റൈസ് ടോക്കൺ ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റൈസ് ടോക്കൺ ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്വാപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്വാപ്പ് ചെയ്യാനായിട്ട് നമുക്ക് മുകളിൽ ടോക്കണിൻ്റെ അവിടെ റൈസ് ടോക്കൺ സെലക്ട് ചെയ്യാം. താഴെ ഞാനിവിടെ ആറ്റോ ആണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. USDC USDT ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ആറ്റോ സെലക്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ USDC USDT ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഇത് പൂളിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള വിറൈസ് ടോക്കൺസ് ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾ USDC USDT ഒക്കെ തന്നെ മാക്സിമം സ്വാപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ദെൻ നമുക്ക് ലിക്വിഡിറ്റി പൂൾ എടുക്കാം. ലിക്വിഡിറ്റി പൂൾ എടുത്തതിന് ശേഷം നിങ്ങൾ ഏത് കോയിനുമായിട്ടാണോ സ്വാപ്പ് ചെയ്തത് അതെടുക്കുക. ഞാൻ ഇവിടെ ആറ്റോ ആയിട്ടാണ് സ്വാപ്പ് ചെയ്തത്. സോ ഞാൻ റൈസ് ആറ്റം എന്നുള്ള ഈ ഒരു പൂള് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആറ്റം റൈസ് പൂളാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നിങ്ങൾ ഞാനിവിടെ ആഡ് ലിക്വിഡിറ്റി കൊടുത്ത് കുറച്ച് ലിക്വിഡിറ്റി ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ലിക്വിഡിറ്റി ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഹോം പേജിലേക്ക് വരിക. ഹോം പേജിൽ വരുമ്പം ലിക്വിഡിറ്റി പൂൾസിൻ്റെ ലിസ്റ്റ് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതാണോ അത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ദെൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ക്ലെയിം എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ക്ലെയിം ചെയ്യുക. നിങ്ങൾ അങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിറൈസ് ടോക്കൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ വിറൈസ് ടോക്കൺസ് ക്ലെയിം ചെയ്തതിന് ശേഷം നിങ്ങൾ ഗവേണൻസ് ടാബ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വിറൈസ് ടോക്കൺസ് നിങ്ങളിവിടെ ഏതെങ്കിലും ഒരു വാലിഡേറ്ററിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഏതെങ്കിലും ഒരു വാലിഡേറ്ററിനെ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളത് ഡെലിഗേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ള വിറൈസ് അതിനനുസരിച്ച് നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണേ. അങ്ങനെ നിങ്ങൾ എത്രത്തോളം ഡെലിഗേറ്റ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഹാരു ടോക്കൺസ് ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു ഹാരു ടോക്കൺസ് വേണം നിങ്ങൾക്ക് ബാക്കി ടാസ്കുകളൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, 2.9 വിറൈസ് ടോക്കൺസ് ഞാൻ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എനിക്കിവിടെ 29,000 ഹാരു ടോക്കൺസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എത്ര ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഹാരു ടോക്കൺസ് കിട്ടും. അപ്പോൾ ഈ ഹാരു ടോക്കൺസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഷോപ്പിൽ പോവുക. ദെൻ ഹാരുവിന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെയർ ചെയ്യിക്കാനായിട്ടുള്ള ബൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഓരോന്നും പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് XP കിട്ടുന്നതായിരിക്കും. അങ്ങനെ എത്രത്തോളം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക അത്രത്തോളം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. മാക്സിമം പർച്ചേസ് ചെയ്ത് XP കൂട്ടുക. ഓക്കെ, ഇനി പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ മുകളിൽ ഡാഷ്ബോർഡ് എടുക്കുക. ഡാഷ്ബോർഡ് എടുത്തിട്ട് അവിടെ ഡ്രസ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണും. അങ്ങനെ ഡ്രസ്സ് എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നമ്മുടെ ഹാരുവിന് വെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതേപോലെ ഹാരു ടോക്കൺസ് നേടാൻ ശ്രമിക്കുക. ദെൻ അതിൽ നിന്ന് ഹാരു ടോക്കൺസ് വെച്ചിട്ട് നിങ്ങൾ ഷോപ്പ് ചെയ്യുക. ഷോപ്പ് ചെയ്ത് XP കൂട്ടുക. ദെൻ നമ്മുടെ ഹാരുവിന് ഇതെല്ലാം തന്നെ വെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഷോപ്പിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാസിനോയും ലോട്ടറിയും കാണാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഹാരു ടോക്കൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് ഇവിടെ കാണിച്ചു തരാം. അതിന് നമുക്ക് കാസിനോ എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാസിനോയിലെ പ്രഡിക്ഷൻ മാർക്കറ്റ് എടുക്കാം. പ്രഡിക്ഷൻ മാർക്കറ്റ് എടുക്കുമ്പം ഇപ്പോൾ പ്രഡിക്ഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പോൾ തരും. അതിൽ yes or no കൊടുത്ത് നമ്മൾ ബെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് എത്ര ഹാരു ആണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് ബെറ്റ് ചെയ്യാനായിട്ട് ഇത്ര ഹാരു വെക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നമുക്കിഷ്ടമുള്ള അത്രയും ഹാരു നമ്മൾ വെച്ച് ബെറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ബെറ്റ് ചെയ്തിട്ട് ആ ഒരു ബെറ്റ് നിങ്ങൾ വിൻ ആവുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ ഹാരു നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഗോൾഡൻ എഗ്ഗാണ്. ഗോൾഡൻ എഗ്ഗ് എന്ന് പറയുന്നത് ഗോൾഡൻ എഗ്ഗിനകത്തും സെയിം തന്നെ. ഗോൾഡൻ എഗ്ഗ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഹാരു ടോക്കൺ വിന്നാവുന്ന അത്രയും പേർക്ക് കൊടുക്കും. വിന്നാവുന്ന 5 പേർക്ക് ഇത്ര ഹാരു ടോക്കൺ എന്നുള്ള രീതിയിൽ അവർ വീതിച്ചു കൊടുക്കും. പിന്നുള്ളത് 7 സ്ലോട്ട് എന്ന് പറയുന്ന ഹാരു സ്ലോട്ട് എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പോൾ ഇത് ഇച്ചിരി കളിക്കാൻ രസമാണ്. അതിനായിട്ട് താഴെ നിങ്ങൾ എത്ര ഹാരു ആണോ അത് സെലക്ട് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ 3 ബട്ടൺ ഉണ്ട്. 3 ബട്ടൺ നിങ്ങൾ കറക്റ്റ് അനുസരിച്ച് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ ഹാരു ടോക്കൺ കിട്ടും.
അപ്പോൾ ഞാൻ 100 ഹാരി ടോക്കൺ കൊടുത്തപ്പോൾ എനിക്ക് തിരിച്ച് 200 ഹാരി ടോക്കൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് ലോട്ടറിയാണ്. ലോട്ടറിയിൽ എടുക്കുകയാണെങ്കിൽ ഈ ലോട്ടറിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഒരു റെഡ് ടൈ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഷോപ്പിൽ പോയിട്ട് ആദ്യം റെഡ് ടൈ ബൈ ചെയ്യാം. ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് നെക്ക് വിയേഴ്സ് എടുക്കുക. നെക്ക് വിയേഴ്സിൽ നിന്ന് റെഡ് ടൈ നോക്കുക, അതുണ്ട് റെഡ് ടൈ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിത് ബൈ ചെയ്യാം. ഇനി നമുക്ക് ലോട്ടറി പോയിട്ട് നോക്കാം എലിജിബിൾ ആണോ എന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഇത് എലിജിബിൾ അല്ലെന്നാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ച ആ ഒരു റെഡ് ടൈ നമുക്ക് ഹാരുവിന് വെയർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്, എങ്കിലേ നമ്മൾ എലിജിബിൾ ആവുള്ളൂ. സോ നമുക്ക് പോയിട്ട് ഹാരുവിന് വെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാരുവിന് വെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എലിജിബിൾ ആണെന്ന് നോക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നമ്മൾ എലിജിബിൾ ആണ്. യു ആർ എലിജിബിൾ. സോ അപ്പം ആ ഒരു ലോട്ടറിയുടെ റിസൾട്ട് വരുന്നിടം വരെ ഈ ഒരു റെഡ് ടൈ നിങ്ങൾ കളയാതിരിക്കുക, ഹാരുവിൽ നിന്ന് റിമൂവ് ചെയ്യാതിരിക്കുക. നിങ്ങൾ മാക്സിമം ഹാരു ടോക്കൺസ് കളക്ട് ചെയ്യുക. അതേപോലെ ഹാരുവിന് വേണ്ട ഡ്രസ്സസും കാര്യങ്ങളും തന്നെ നിങ്ങൾ ഷോപ്പ് ചെയ്യുക. അതിലൂടെ നിങ്ങൾ XP കൂട്ടുക. ദെൻ ഹാരുവിന് വെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു ബൈ ഗൈസ്.